വീട് വെക്കാൻ പോകുന്നവരാണോ നിങ്ങൾ? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീട്ടിലുണ്ടാവുന്ന മൈനർ ക്രാക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന മേജർ ക്രാക്കുകൾ അതെങ്ങനെ പരിഹരിക്കാം എന്നാണ് ഈ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഉണ്ടാവുന്ന സെറ്റിൽമെന്റ് ആണ്. സെറ്റിൽമെന്റ് കാരണം നമ്മുടെ വീട് ഒരു സൈഡിലോട്ട് കുത്തുകയും അത് കാരണം അവിടുന്ന് നല്ല ക്രാക്കുകൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇതിന്റെ മെയിൻ റീസൺ നമ്മുടെ ഒരു പ്ലോട്ട് കാണാൻ നേരത്ത് അതിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ബെറ്റർ എപ്പോഴും നല്ലത് ഒരു സോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. സോ സോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു സിവിൽ എഞ്ചിനീയറിനെയോ അല്ലെങ്കിൽ സ്ട്രക്ചർ എഞ്ചിനീയറിനെ ഹയർ ചെയ്തിട്ട് അവരുടെ നല്ല ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോയിൽ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ സോയിലിൽ എന്തുതരം ഫൗണ്ടേഷൻ ആണ് നല്ലതെന്നുള്ളത് നമുക്ക് കണ്ടെത്താനാവും. സോ ഇതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഉണ്ടാകുന്ന ഒരു സെറ്റിൽമെന്റ് കാരണം ഉണ്ടാകുന്ന ക്രാക്കുകൾ നമുക്ക് പരിഹരിക്കാനും പറ്റും. അടുത്തതായിട്ട് ഫ്ലെക്ചറൽ ക്രാക്കുകളാണ്. നമ്മുടെ കോളത്തിലും ബീമിലും ഒക്കെ ഉണ്ടാകുന്ന ക്രാക്കുകളാണിത്. മെയിനായിട്ട് ഓവർലോഡ് കാരണവും പ്രോപ്പറായിട്ട് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാത്തത് കൊണ്ടൊക്കെയാണ് ഇത്തരം ക്രാക്കുകൾ വരുന്നത്. അതായത് ഒരു സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോളം മുതൽ അടുത്ത കോളം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. അപ്പം ഒരു സ്പാൻ ചെയ്തൊരു 400 സെന്റിമീറ്റർ ആണെങ്കിൽ 400 ഡിവൈഡ് ബൈ 10 അതായത് 40 സെന്റിമീറ്റർ. അപ്പം 40 സെന്റിമീറ്റർ മിനിമം ഡെപ്ത് ആ ബീമിന് ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള കമ്പികൾ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മുടെ തെർമൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. അതായത് നമ്മൾ പ്രോപ്പർ ക്യൂറിങ് കൊടുക്കുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മളൊരു മതിൽ കെട്ടുന്നു, ഒരു 40-50 മീറ്റർ ലെങ്തിൽ മതിൽ കെട്ടാൻ നേരത്ത് ഇൻ ബിറ്റ്വീൻ ഒരു 15 മീറ്റർ ഗ്യാപ്പിൽ നമ്മൾ ചെറിയ എക്സ്പാൻഷൻ ജോയിന്റുകൾ കൊടുക്കണം. കാരണം നമ്മുടെ സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പാൻഷൻ ആകുകയും പിന്നീട് കോൺട്രാക്ഷൻ ആകുകയും ചെയ്യാറുണ്ട്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കൊടുക്കുകയാണെങ്കിൽ മതിലിലൊക്കെ ഉണ്ടാകുന്ന ക്രാക്കുകൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പിന്നെ മെയിൻ ഒരു കാര്യമാണ് പുവർ കൺസ്ട്രക്ഷൻ പ്രാക്ടീസ്. അതായത് പ്രോപ്പറായിട്ടുള്ള മിക്സ് റേഷ്യോ നമ്മൾ ചെയ്യുന്നില്ല. കട്ട കെട്ടാൻ നേരത്തും പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്തും കോൺക്രീറ്റ് ചെയ്യാൻ നേരത്തും ഒക്കെ വേണ്ടത്ര സിമെന്റ് ഉപയോഗിക്കാത്തതും സ്ലറി സിമെന്റ് ഗ്രൗട്ട് സ്ലറിയൊക്കെ ഒഴുകി നഷ്ടപ്പെടുന്നതൊക്കെ മേജർ ക്രാക്കുകൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നല്ല പ്രോപ്പർ സൂപ്പർവിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. വെജിറ്റേഷനും മേജർ ക്രാക്ക് വരാനൊരു കാരണമാകാറുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കണ്ടു കാണും ആലൊക്കെ മതിലും അതിൽ കോൺക്രീറ്റിലൊക്കെ പിടിച്ച് കയറി നിൽക്കുന്നത്. അപ്പം ഇതിന്റെ വേരുകൾ വളർന്നിറങ്ങാൻ നേരത്ത് അതും നമ്മുടെ ബിൽഡിങ്ങിൽ ക്രാക്കുകൾ ഉണ്ടാക്കും. അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ മരങ്ങളൊക്കെ നമ്മുടെ ഭിത്തികളിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ വന്ന് പിടിച്ച് കയറാൻ നേരത്ത് അത് തുടക്കത്തിൽ തന്നെ അതിനെ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരാവുന്ന ക്രാക്കുകളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. കൊറോഷൻ ക്രാക്കുകളും ഇതുപോലൊരു വില്ലൻ തന്നെയാണ്. അതായത് നമ്മുടെ കമ്പി തുരുമ്പിച്ച് കഴിയുമ്പോൾ ഇത് എക്സ്പാൻഡ് ആയി കഴിയാൻ നേരത്ത് അത് നമ്മുടെ കോൺക്രീറ്റിനെ പുറത്തോട്ട് തള്ളും. അപ്പം അങ്ങനെയാണ് നമ്മുടെ തട്ടിലൊക്കെ സീലിങ്ങിലൊക്കെ ചെറിയ ചെറിയ പാളികളായിട്ട് കോൺക്രീറ്റ് ഇളകി വീഴും നമ്മൾ കാണാറുള്ളത്. അപ്പം ഇതിന് മെയിൻ റീസൺ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കവറിങ് കൊടുക്കാത്തതും നല്ല കമ്പികൾ യൂസ് ചെയ്യാത്തതൊക്കെ കൊണ്ടാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്രാക്കുകൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇവയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും ഇതിന്റെ പരിഹാര മാർഗ്ഗങ്ങൾ കാണാനും ഞങ്ങൾക്ക് DM ചെയ്യുക, ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.